ഇപ്പം എൻ്റെ കയ്യിലെ പ്രശ്നം ചെറുതായി മാറിയിരിക്കണു, ചെറുതായിട്ടല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറിയിരിക്കണു. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ദിവസം എന്തൊക്കെ സംഭവബഹുലങ്ങളാണ് സംഭവിച്ചതെന്നുള്ള ഒരു ചെറിയ വീഡിയോയിൽ കാണിക്കുക എന്നുള്ളത് ഇത്തിരി ടാസ്ക്കാണ്. എന്നാലും ഞാൻ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിക്കണു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി കുറച്ച് സ്കിൻ കെയർ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും സ്കിൻ കെയർ മറക്കാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും ചെറിയൊരു ബൾബ് മുഖത്ത് വന്നിട്ടുണ്ട്, അതിനി മാറ്റിയെടുക്കണം. ഇതൊക്കെ കഴിയുമ്പോഴത്തേനും തന്നെ അത്യാവശ്യം ടൈം ആവും. പിന്നെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ നേരെ താഴത്തോട്ട് പോയി. അങ്ങനെ ലഞ്ചിന് സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് പിന്നെയും ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് തന്നെ പോയി. നമ്മുടെ വീട്ടില് നമ്മുടെ ഏറ്റവും കംഫർട്ട് ഏരിയ ആയിരിക്കുമല്ലോ നമ്മുടെ റൂം, അതുപോലെ തന്നെയാണ് എനിക്കും. പിന്നെ അയാൻ ബേബി ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉണർന്നിക്കാണ്. അടുക്കളയിൽ ഉമ്മ പൂള ബിരിയാണി ഉണ്ടാക്കണതിൻ്റെ ഒരു തിരക്കിലാണ്. പൂള മീൻസ് കപ്പ. പല സ്ഥലങ്ങളിലും ഇതിന് വേറെ വേറെ പേരായിരിക്കും. നമ്മൾ ഇവിടെ പൂള എന്നൊക്കെ പറയും. പിന്നെ ഈ ഒരു നൈറ്റ് ഷൂട്ടിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നേരമൊക്കെ അയാൻ ബേബി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ തന്നെ മനസ്സിനൊരു ആശ്വാസമാണ്. താഴത്ത് കുറച്ചു നേരം ചുറ്റിപ്പറ്റി എന്നിട്ട് നേരെ എൻ്റെ റൂമിലോട്ട് തന്നെ പോകും. ഒരു ദിവസം എത്ര വട്ടാ പോകും വരും ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഒരു കണക്കില്ല. ഒരു സൗണ്ട് കേട്ടിട്ട് മുറ്റത്തോട്ട് നോക്കിയതാണ്. നോക്കുമ്പോൾ ആരാ കാക്കു പുറത്തു പോയിട്ട് വന്നതാണ്. ഞായറാഴ്ചകളിലൊക്കെ കാക്കു വീട്ടിലുണ്ടാവും. അങ്ങനെ പിന്നെ ഇനി ഞാൻ ഇപ്പോൾ റൂമിലോട്ട് പോണ്ടേന്ന് ആലോചിച്ച് നിൽക്കണ നിപ്പാണ്. പിന്നെ അതിന്റെ ഇടയിൽ ഉമ്മാന്റെ പുള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പുള ബിരിയാണി ചായ ഒക്കെ കുടിച്ചു. പിന്നെ മാഷാഅല്ലാ അയാൻ ബേബി ചെറുതായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാക്കും ഷാനൊക്കെ ഒന്ന് പുറത്ത് പോകാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് പറഞ്ഞിട്ട് ഒരു പുറത്ത് പോകാൻ നിൽക്കാണ്. അങ്ങനെ ഈ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് തള്ളി നീങ്ങി. ഇനി ഉറങ്ങാനുള്ള ടൈമാണ്. എല്ലാ ദിവസവും നേരത്തെ ഉറങ്ങണം എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും നടക്കാറില്ല. പിന്നെ ഞാനും ഉമ്മയും എപ്പോഴും ഒപ്പാണ് കിടന്നുറങ്ങാറുള്ളത്. ഒറ്റയ്ക്ക് ഞാൻ കിടക്കാറില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.